ഞാനൊരു മിനി ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അത് കുറച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷോർട്സിൽ അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല എന്നൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു. ആദ്യം നമ്മളൊരു A4 ഷീറ്റ് എടുത്ത് അതിൽ 18x18 എന്നുള്ള രീതിയിൽ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കളർ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ അതിലും 18x18 ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ 4 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു സ്ക്വയർ എല്ലാ സൈഡിൽ നിന്നും വരച്ചു കൊടുക്കുക. അപ്പോൾ നടുക്കൊരു പ്ലെയിൻ ഭാഗം നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ 1 സെൻറ്റിമീറ്റർ ഈച്ച്, അതായത് ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ ആ 4 സെൻറ്റിമീറ്റർ വരച്ച വരയിലൂടെ 1 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ എല്ലാ സൈഡിലായിട്ടും 1 സെൻറ്റിമീറ്റർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വൈറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്യൂട്ട്നെസ് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള യെല്ലോയോ വൈറ്റോ ഒക്കെ എടുക്കാം. എന്നിട്ട് 1 സെൻറ്റിമീറ്ററിൽ നിന്ന് നമ്മൾ മറ്റൊരു സെൻറ്റിമീറ്റർക്ക് അടയാളപ്പെടുത്തിയതിലേക്ക് നമ്മൾ നേരിട്ട് ഓരോ ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ 2 സൈഡിലും വരുന്ന ആ ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ടല്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ 4 സൈഡിലും നമ്മളിങ്ങനെ സ്ക്വയർ വര ഇട്ടതിന് ശേഷം ആ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ക്വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു സൈഡ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ നമ്മൾ ആ ഒരു മൈൻഡും നമ്മുടെ ആ ഒരു കുറച്ച് ക്ഷമയും നമ്മുടെ ആ ഒരു ഫുൾ സെൽഫ് നമ്മൾ അതിൽ ഒരു ഇതാക്കുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 4 സൈഡിലുള്ള പോർഷൻസും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നടുക്ക് വരുന്ന ആ ഒരു ബ്ലാങ്ക് പോർഷനിൽ നമുക്ക് വേണ്ട ചിത്രം വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ക്യൂട്ട് ഗേളിൻ്റെ പിക്ചറാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പിക്ചറാണ് വേണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് വരക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ടെക്സ്ചർ ആർട്ടോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് പെയിൻറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു വര വരച്ചതിൽ നിന്ന് നമ്മൾ 1 സെൻറ്റിമീറ്റർ മേലോട്ട് എടുത്തിട്ട് അവിടെ ഒരു വര വരച്ച് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇത് കിട്ടും. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമാണ് നമ്മൾ വരച്ചിട്ടുള്ളത്, നമ്മുടെ ഫോട്ടോയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. എന്നിട്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ അത് വെട്ടിക്കൊടുക്കുക. ഈ വെട്ടുന്നിടത്താണ് പലർക്കും തെറ്റ് പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെതോ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. അതൊരു നാക്കിലാണ് വെട്ടണം. പക്ഷേ ആ ഒരു എത്രയാണ് നമ്മൾ ഏത് സ്ക്വയറിൽ നിന്നാണ് വെട്ടേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു. സൈഡിലും ഇപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്യാത്തത് നമ്മുടെ മേലെയും താഴെയും ലെഫ്റ്റും റൈറ്റും ഒക്കെ നമുക്ക് ആ ഒരു വര വരച്ചതിലൂടെ നമ്മൾ മടക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് മടക്കി കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ സാധാരണ മടക്കി കൊടുത്താലും മതി. പക്ഷേ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും നമ്മളൊരു സ്കെയിൽ വെച്ച് നമ്മൾ മടക്കി കൊടുക്കുമ്പോഴായിരിക്കും. ഇനി മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫസ്റ്റ് ആ ഒരു സ്ട്രിങ്ങിൽ ഒരു ലൈനിൽ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക. പക്ഷേ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കതിങ്ങനെ മടക്കി വരുമ്പോൾ നമുക്കതൊരു സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ സൈഡും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതുപോലൊരു മിനി ഫ്രെയിം കിട്ടും.